ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അക്കൗണ്ടൻസിയിലെ വളരെ ബേസിക്കായ ചില കാര്യങ്ങൾ, അടിസ്ഥാന വിവരങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടൻസി എന്ന ബിസിനസ്സിൻ്റെ കണക്കെഴുത്ത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. ആദ്യം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ, ബിസിനസ് ഇടപാട്. ബിസിനസ്സിലെ പണം ഉൾക്കൊള്ളുന്ന പണത്തിൻ്റെ ചെലവോ വരുമാനമോ വരുന്ന ഏതൊരു പ്രവർത്തനവും ബിസിനസ് ഇടപാടായിട്ട് നമുക്ക് കരുതാം. സാധനങ്ങൾ വാങ്ങൽ, സാലറി കൊടുക്കൽ, വിൽപ്പന നടത്തൽ ഒക്കെ ഉദാഹരണം. അപ്പോൾ അക്കൗണ്ട് എന്നൊക്കെ ബിസിനസ്സുകാർ അക്കൗണ്ടൻസിയിൽ പറയാറുണ്ടല്ലോ. എന്താണിത്? അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടപാടിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു രേഖ എന്ന് വേണമെങ്കിൽ പറയാം. റെക്കോർഡ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു വൺ ഐറ്റം. ഏതെങ്കിലും ഒരു സിംഗിൾ ഐറ്റത്തെ സംബന്ധിക്കുന്ന എല്ലാത്തരം ഇടപാടുകളും എന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ അതൊരു വ്യക്തിയെ സംബന്ധിക്കുന്നതായിരിക്കാം. ഒരു വ്യക്തി മിസ്റ്റർ കുമാർ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇടപാടുകൾ നമ്മൾ നടത്തി, അദ്ദേഹത്തിന് സാധനങ്ങൾ വിറ്റുവോ, സാധനങ്ങൾ വാങ്ങിയോ, അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയോ, അല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് കടം കൊടുത്തുവോ, അല്ലെങ്കിൽ അദ്ദേഹം കടം വാങ്ങിയതിൽ നിന്ന് കുറച്ച് പൈസ പിന്നീട് എപ്പോഴെങ്കിലും അടച്ചോ, ഇനി ബാലൻസ് എത്ര തരാനുണ്ട്, അങ്ങനെ ആ ഒരു മിസ്റ്റർ കുമാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് മിസ്റ്റർ കുമാറിൻ്റെ അക്കൗണ്ട് നോക്കിയാൽ മനസ്സിലാകും. ഒരു വ്യക്തിയുടെ അക്കൗണ്ട് ആകാം, ചിലപ്പോൾ ഒരു വൺ കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി, ഏതെങ്കിലും ഒരു സ്വത്ത് വകയുടെ കണക്ക് എഴുതി വെച്ചിരിക്കുന്ന രേഖയാകാം. അപ്പോൾ ആ സ്വത്ത് വകയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഇടപാടുണ്ടോ അതെല്ലാം അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. മെഷീനറി അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ മെഷീനറി വാങ്ങിയപ്പോഴുള്ള ചിലവ് മുതൽ അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്, അത് സ്ഥാപിക്കാൻ വേണ്ടി വന്ന ഇൻസ്റ്റാളേഷൻ ചിലവ് മുതൽ ഉള്ള എല്ലാ കാര്യങ്ങളും മെഷീനറി അക്കൗണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാകും എന്നതാണ് പറഞ്ഞു വരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മെഷീനറിയുടെ കുറച്ച് ഭാഗം ഇടക്കാലത്ത് വെച്ച് നമ്മൾ വിറ്റു എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഉള്ള മെഷീനറിയുടെ കണക്ക് മാത്രമാണ് ആ അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ. എപ്പോൾ എത്ര രൂപയുടെ സാധനം വിറ്റു, അതിൻ്റെ ലാഭമാണോ നഷ്ടമാണോ, അല്ലെങ്കിൽ ആ മെഷീനറിയുടെ തേയ്മാന നഷ്ടം എത്രയായിരുന്നു, ഓരോ കൊല്ലവും തേഞ്ഞു തീർന്നു പോകുന്നതിൻ്റെ നഷ്ടം, അത് കുറച്ചിട്ട് ബാലൻസ് ഇനി എത്ര രൂപ വിലയുള്ള ആസ്തിയാണ് ഇനി മെഷീനറി നമ്മുടെ കയ്യിൽ ഉള്ളത്, തുടങ്ങിയ കാര്യങ്ങൾ ആ മെഷീനറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മെഷീനറി അക്കൗണ്ടിൽ ഉണ്ടാകും. അപ്പോൾ ഒരു അക്കൗണ്ട് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന അക്കൗണ്ട് ആകാം. മിസ്റ്റർ കുമാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മെഷീനറി ഒരു പ്രോപ്പർട്ടി ആണ്, വൺ കൈൻഡ് ഓഫ് പ്രോപ്പർട്ടിയെ സംബന്ധിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം നേട്ടം അല്ലെങ്കിൽ വരുമാനം, വൺ ക്ലാസ് ഓഫ് ഗെയിൻ ഓർ ലോസ് അക്കൗണ്ട് ഏത് രീതിയിലും ആകാം. ഉദാഹരണത്തിന് സാലറി കൊടുത്തതിൻ്റെ അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, അല്ലെങ്കിൽ റെൻറ്റ് കൊടുത്തതിൻ്റെ അക്കൗണ്ട്, റെൻ്റ് അക്കൗണ്ട്. ഇതൊക്കെ ഒരു തരം ചെലവാണ്. അപ്പോൾ ചെലവിനെ സംബന്ധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വരുമാനം ഇങ്ങോട്ട് റെൻറ്റ് കിട്ടിയതാണെങ്കിലോ റെൻറ്റ് റിസീവ്ഡിന് അക്കൗണ്ട് ഉണ്ടാകാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവയൊക്കെ ഉണ്ടാകാം. ഓക്കെ, ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട് എന്നിവയും ഉണ്ടാകാം. റെഡി ക്യാഷ് ട്രാൻസാക്ഷൻ എല്ലാം അതിനകത്ത് ക്യാഷ് അക്കൗണ്ടുകളിൽ കാണാം. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ബാങ്ക് മുഖേനയുള്ള ചെക്ക് ഇഷ്യൂ ചെയ്യലും ചെക്ക് സ്വീകരിക്കലും തുടങ്ങിയ കാര്യങ്ങൾ, ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഡെപ്പോസിറ്റ് ചെയ്തതും ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്തതിൻ്റെ കണക്കും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗം ചെലവ് അല്ലെങ്കിൽ വരുമാനം, ലാഭം അല്ലെങ്കിൽ നേട്ടം എന്നിവയെ സംബന്ധിക്കുന്ന അക്കൗണ്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന അക്കൗണ്ട് ഉണ്ടാകാം. അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്, ഒരു കാറ്റഗറീസ് ആയിട്ടുള്ള രേഖകൾ എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുമെന്നർത്ഥം. ഇനി നമ്മൾ കേൾക്കാറുണ്ടല്ലോ അസറ്റ്സ് എന്ന ഒരു മൂന്നാമത്തെ ടെർമിനോളജി, അതാണ് അസറ്റ്സ്. രണ്ടാമത്തെ ടെർമിനോളജി അക്കൗണ്ട് ആയിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കി ഏകദേശം. ഇനി അസറ്റ് അഥവാ ആസ്തി, സ്വത്ത് എന്നൊക്കെ ഏകദേശം പറയാം. ബിസിനസ്സിന് സ്വന്തമായുള്ള സാധനങ്ങളെയാണ് തിങ്സ് ദ ബിസിനസ് ഓൺസ്. ബിസിനസ് ഓൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വന്തമാക്കി വയ്ക്കുക എന്നുള്ളർത്ഥം. അസറ്റ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, കറണ്ട് അസറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്. കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് കറണ്ട് ഇയറിനുള്ളിൽ തന്നെ വാല്യൂവിൽ ഒരുപാട് തവണ ഫ്ലക്ച്വേഷൻ, മാറ്റം വരുന്ന അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ്സ്. ഏതൊക്കെയാണ്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ് എന്നിവയൊക്കെ കറണ്ട് അസറ്റ്സിൻ്റെ എക്സാമ്പിളാണ്. ഷോർട്ട് ടൈമിൽ മാത്രമാണ് അത് സ്ഥിരമായി നിൽക്കുകയുള്ളൂ. അതായത് ഒരു വർഷത്തിനുള്ളിൽ താഴ്ന്ന കാലയളവിനെയാണ് ഷോർട്ട് ടൈം എന്ന് പറയുന്നത്. ഒരു വർഷത്തിനുള്ളിൽ എത്രയോ തവണ ഈ കറണ്ട് അസറ്റ്സിൻ്റെ വാല്യൂവിൽ മാറ്റം ഉണ്ടാകും. ബിസിനസ്സിൻ്റെ കയ്യിലിരിക്കുന്ന പൈസേനെയാണ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. കയ്യിലെന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ മേശയ്ക്കകത്ത് ഓഫീസിൽ സൂക്ഷിക്കുന്ന പൈസ. അത് വളരെ കുറച്ച് ആണ് നമ്മൾ ബിസിനസ്സിൻ്റെ മേശയ്ക്കകത്ത് ഓഫീസിൽ സൂക്ഷിക്കുകയുള്ളൂ. ക്യാഷ് അറ്റ് ബാങ്കോ, അത് വേറൊരു കറണ്ട് അസറ്റാണ്, അത് ബാങ്കിലാണ് സൂക്ഷിക്കുക. ഇനി ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്. ഇവിടെ എല്ലാം ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല, ഇവിടെ ക്യാഷ് സ്റ്റോക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഡെറ്റേഴ്സും കൂടി ഉൾപ്പെടുത്താവുന്നതാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്. ഇനി അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾ, അതും നമുക്കിങ്ങോട്ട് ബില്ല് പ്രകാരം
പൈസ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കറണ്ട് അസറ്റ്സിൻ്റെ ലിസ്റ്റാണ്, തീർന്നിട്ടില്ല കേട്ടോ. ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട്, ഏകദേശം 9ഓളം ഐറ്റംസ് നമുക്ക് കറണ്ട് അസറ്റ്സിനകത്ത് പറയാൻ സാധിക്കും. ഇപ്പോൾ പറഞ്ഞ് ആദ്യമായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് എല്ലാം കൂടി പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം ഇതിൻ്റെയൊക്കെ വാല്യൂ കറണ്ട് ഇയറിനുള്ളിൽ ഒരുപാട് തവണ വാല്യൂ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡെറ്റേഴ്സ് ആരാണ്? നമുക്ക് പണം ഇങ്ങോട്ട് തരാനുള്ള ആൾക്കാരാണ് ഡെറ്റേഴ്സ് അല്ലേ. നമ്മൾ വീണ്ടും വീണ്ടും പുതിയ ആൾക്കാർക്ക് കടം വിൽപ്പന നടത്തുമ്പോൾ ഡെറ്റേഴ്സിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ആ ഡെറ്റേഴ്സ് ഇടയ്ക്ക് വെച്ച് പൈസ തന്നുകൊണ്ടിരിക്കും, അപ്പോൾ ഡെറ്റേഴ്സിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. വീണ്ടും പുതിയ ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോൾ, കടം വിൽപ്പന നടത്തുമ്പോൾ ഡെറ്റേഴ്സിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഫിക്സഡ് ആയിട്ടിരിക്കില്ല ഈ സംഖ്യകളൊക്കെ ബിസിനസ്സിൻ്റെ കണക്ക് പുസ്തകത്തിൽ കയറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതായത് ഇതിൻ്റെ അളവ് കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുന്ന അർത്ഥം. ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിലും അതെ, ക്യാഷ് അറ്റ് ബാങ്ക് ആണെങ്കിലും അതെ, സ്റ്റോക്കിൻ്റെ അളവാണെങ്കിലും അതെ. വിൽപ്പന നടക്കുമ്പോൾ സ്റ്റോക്ക് കുറയും, വിൽപ്പന കൂടുതൽ പർച്ചേസ് നടത്താൻ നേരത്ത് സ്റ്റോക്ക് കൂടും. ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് തവണ വാല്യൂ ഫ്ലക്ച്വേഷൻ വരുന്ന തരത്തിലുള്ള അസറ്റിനെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. കാരണം നടപ്പ് വർഷ ആസ്തികൾ എന്ന് മലയാളത്തിൽ പറയാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ്, അക്രൂഡ് ഇൻകം, മാർക്കറ്റബിൾ സെക്യൂരിറ്റി, ഇത്രയുമാണ് കറണ്ട് അസറ്റ്സ്. ടോട്ടൽ ലിസ്റ്റ് ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇനി ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ലോങ് ടേമിലേക്ക് അതിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവില്ല, ഇടിവുണ്ടാവില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. ആ പേരിൽ തന്നെ ഉണ്ട്, അത് ഫിക്സഡ് ആയിട്ടിരിക്കും. നമ്മുടെ ബിൽഡിംഗ് 10 കോടി രൂപയുടെ ബിൽഡിംഗ് നമുക്കുണ്ടെങ്കിൽ അത് 10 കോടി രൂപയുടെ ബിൽഡിംഗ് തന്നെ ആയിരിക്കും. ഈ വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ചൊന്നും അത് ഇടയ്ക്ക് പൊളിച്ച് വിൽക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല നമ്മൾ. സോ ബിൽഡിങ്, മെഷീനറി, ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഇങ്ങനെയുള്ള ഫർണിച്ചർ, ഇതൊക്കെ ലോങ് ടേം യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ്സിൽ വാങ്ങിക്കുന്നത്. തീർച്ചയായിട്ടും അത് ബിസിനസ്സിൽ ലോങ് ടൈം യൂസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൻ്റെ വരുമാനോൽപാദന പ്രക്രിയയിൽ ഒരു സഹായിയായിട്ടാണ് ഈ ഫിക്സഡ് അസറ്റ്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു ഹാവ്, നിങ്ങൾക്ക് എന്താണ് ഉള്ളത് അതാണ്. അതിനെ നമ്മൾ അസറ്റ്സ് എന്ന് പേര് വിളിക്കുന്നതിൽ തെറ്റില്ല, ആസ്തികൾ എന്ന് വിളിക്കാം. ഇനി അസറ്റ്സ് എന്താണെന്നുള്ള ടെർമിനോളജി മനസ്സിലായി, 2 ടൈപ്പും മനസ്സിലായി. ഇനി ലയബിലിറ്റി എന്താണെന്ന് നോക്കാം. 17ഓളം ടെർമിനോളജികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പദപ്രയോഗങ്ങൾ എന്നർത്ഥം. ടെർമിനോളജി എന്ന് പറഞ്ഞാൽ പദാവലികൾ. ഇനി ലയബിലിറ്റികൾ എന്ന് പറഞ്ഞാൽ വാട്ട് ദ ബിസിനസ് ഓവ് ടു അതേഴ്സ്, ബിസിനസ് മറ്റുള്ളവർക്ക് കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഓവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. OWE, ഓവ് എന്ന് പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുക. വാട്ട് ദ ബിസിനസ് ഓവ് ടു അതേഴ്സ്, ബിസിനസ് മറ്റുള്ളവർക്ക് കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ബാധ്യതകൾ. ബിസിനസ് മറ്റുള്ളവർക്ക് വീട്ടി തീർക്കണം, കൊടുത്തു തീർക്കണം എന്നുള്ള സാധനങ്ങളെയാണ്, ഓവ് ചെയ്യുന്ന സാധനങ്ങളെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ലയബിലിറ്റീസ് പലതരമുണ്ട്. കറണ്ട് ലയബിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടൈം ലയബിലിറ്റീസ് ഉണ്ട്. കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കറണ്ട് ഇയറിനുള്ളിൽ തന്നെ ഒരുപാട് തവണ വാല്യൂ ഫ്ലക്ച്വേഷൻ വരുന്ന ബാധ്യതകളെയാണ്, അല്ലെങ്കിൽ കറണ്ട് ഇയറിനുള്ളിൽ തന്നെ അത് മാറും, സ്ഥിരമായി അങ്ങനെ തന്നെ ഇരിക്കില്ല. അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ കൊടുത്തു തീർക്കണം, വീട്ടിൽ തീർക്കണം, അങ്ങനെയുള്ള ബാധ്യതകളാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളുടെ ക്രെഡിറ്റേഴ്സ്, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പണം കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബാധ്യതയാണ്. അവർക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൊടുത്തു തീർക്കണം എന്നുള്ളതാണ് ബിസിനസിൻ്റെ കണക്ക്. ടു ബി പെയ്ഡ് സൂൺ, ഉടനെ കൊടുക്കണം, അതാണ് കറണ്ട് ഇയറിനുള്ളിൽ തന്നെ കൊടുക്കണം, അതാണ് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. സൂൺ എന്ന് പറഞ്ഞാൽ ഉടനെ. ഇനി ലോങ് ടൈം ലയബിലിറ്റീസും ബിസിനസ്സിലുണ്ടാവും, അത് ഉടനെ കൊടുക്കണ്ട. ഒരു കൊല്ലത്തിനപ്പുറത്ത് 2 കൊല്ലോ 3 കൊല്ലോ 5 കൊല്ലോ ഒക്കെ കൊണ്ട് സാവധാനം കൊടുത്താൽ മതി എന്നുള്ള തരത്തിലുള്ള ബാധ്യതയുണ്ട്. ബാങ്ക് ലോണൊക്കെ അങ്ങനത്തേതാണ്. അപ്പോൾ ബാങ്ക് ലോണൊക്കെ ലോങ് ടൈം ലയബിലിറ്റി ആണ്, ഒരിക്കലും കറണ്ട് ലയബിലിറ്റി അല്ല, ഓർക്കുക. ഇനി അപ്പോൾ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്തിച്ചാൽ മതി. വാട്ട് യു ഓവ്, നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് എന്താണ് അതാണ്. അപ്പോൾ അസറ്റ് എന്താണ്? വാട്ട് യു ഹാവ്, നിങ്ങൾക്ക് എന്താണ് സ്വന്തമായി ഉള്ളത് അതാണ് അസറ്റ്സ്. എന്നാൽ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് യു ഓവ് ടു അതേഴ്സ്, മറ്റുള്ളവർക്ക് നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് എന്താണ് അത്. അടുത്ത 5ാമത്തെ ടെർമിനോളജി, 17 ടെർമിനോളജികളാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ. 5ാമത്തേത് ക്യാപിറ്റലിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനത്തെ കുറിച്ചാണ് അർത്ഥം. എന്താണ് ബിസിനസിന്റെ മൂലധനം? മണി ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദ ബിസിനസ് ആണ്. കണ്ടോ, ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞ് ബിസിനസിന്റെ ഉടമ ബിസിനസ്സിൽ മുടക്കിയിരിക്കുന്ന പൈസേനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനൊരു ഫോർമുലയുണ്ട്, ക്യാപിറ്റൽ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ. കമ്പനിയുടെ മൊത്തം ആസ്തികളും മൊത്തം ബാധ്യതകളും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും എപ്പോഴും ഉടമസ്ഥന്റെ മൂലധനം. ഉടമസ്ഥൻ ഇപ്പോൾ ഉദാഹരണത്തിന് 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അയാൾ ക്യാഷ് ആയിട്ട് 1 ലക്ഷം രൂപ ഇരിപ്പുണ്ടാവാം. പിന്നെ പുറമേ നിന്ന് എന്തെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിലോ, അതെ, ക്യാപിറ്റൽ 2 തരത്തിലുണ്ട്. ഇക്വിറ്റി, ഓണേഴ്സ് ഇക്വിറ്റിയും ഉണ്ട്, ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റിയും ഉണ്ട്. അപ്പോൾ ഓണേഴ്സ് ഇക്വിറ്റിയും ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റിയും നമ്മൾ നോക്കുമ്പോൾ കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിൽ നിന്ന് ഔട്ട്സൈഡേഴ്സിൻ്റെ കടബാധ്യത കുറച്ചാൽ മതിയാവും. ഉണ്ടോ, ടോട്ടൽ അസറ്റ്സിൽ നിന്ന് കമ്പനിയുടെ ആകെ ആസ്തികളിൽ നിന്ന് എന്താണ് ഔട്ട്സൈഡേഴ്സിൻ്റെ ലയബിലിറ്റീസ് കുറച്ചാൽ ബാക്കിയുള്ളത് ഉടമസ്ഥൻ്റെ പൈസ ആയിരിക്കും.
അങ്ങനെ മനസ്സിലാക്കാം. ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റീസ് കുറച്ചാൽ, അപ്പോൾ ടോട്ടൽ അസറ്റിൽ നിന്ന് കമ്പനിയുടെ മൊത്തം ആസ്തികളിൽ നിന്ന് കമ്പനിക്ക് മൊത്തം ഇപ്പോൾ ഉദാഹരണത്തിന് 5 ലക്ഷം രൂപയുടെ ആസ്തിയുണ്ട്, പുറമേ ഉള്ളവർക്ക് കൊടുത്തു തീർക്കാനായിട്ട് 3 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറച്ചാൽ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം ആയിരിക്കും നമുക്കറിയാം. ആ 5 ലക്ഷത്തിൽ നിന്ന് ആ 3 ലക്ഷം കുറച്ചാൽ ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം ആയിരിക്കും എന്ന് നമുക്കറിയാം. ആ 2 ലക്ഷം ഉടമസ്ഥൻ്റെ ക്യാപിറ്റൽ ആയിരിക്കും. അപ്പോൾ ഉടമസ്ഥൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ ഇക്വിറ്റിയിൽ നിന്ന് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി കുറച്ചാൽ ബാക്കിയുള്ളതാണ് ഇൻറ്റേർണൽ ഇക്വിറ്റി അഥവാ ഉടമസ്ഥൻ്റെ ക്യാപിറ്റൽ. അപ്പോൾ ഉടമസ്ഥൻ്റെ ക്യാപിറ്റലിന് നമുക്ക് ഉടമസ്ഥൻ ബിസിനസ്സിൽ മുടക്കിയിരിക്കുന്ന പൈസയാണ്. പുറത്തുള്ളവരുടെ കടം അങ്ങോട്ട് കൊടുത്തു തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ മൊത്തം ആസ്തികൾ അങ്ങോട്ട് വിൽക്കുക, 5 ലക്ഷം രൂപ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുള്ളവരുടെ കടം 3 ലക്ഷം അങ്ങോട്ട് വീട്ടുക, ബാക്കിയുള്ളതായിരിക്കും ഉടമസ്ഥൻ്റെ മൂലധനമായിരിക്കും ക്യാപിറ്റൽ. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ടുള്ള നമുക്ക് ഒരു സൂത്രവാക്യം പറയാമെങ്കിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഉടമസ്ഥൻ മണി ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദ ബിസിനസ് ആണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? ഒരിക്കൽ കൂടി ഓർമ്മിക്കുക, മണി ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദ ബിസിനസ്. അടുത്തത് ഉടമസ്ഥൻ ബിസിനസ്സിൽ നിന്ന് പൈസ പിൻവലിക്കാം. ഉടമസ്ഥനും ബിസിനസ്സും തമ്മിൽ രണ്ട് ട്രാൻസാക്ഷനാണ് മെയിനായിട്ടുള്ളൂ. ഒന്ന്, ഉടമസ്ഥൻ ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം, അത് ക്യാപിറ്റൽ. ഇടക്കാലത്ത് വെച്ച് അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി ഒരു അത്യാവശ്യം വന്നു, ഫിനാൻഷ്യൽ ടൈറ്റ് വന്നപ്പോൾ അദ്ദേഹം ബിസിനസ്സിൽ മുടക്കിയ പൈസയിൽ നിന്ന് കുറച്ച് പൈസ പിൻവലിക്കും. മണി ടേക്കൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ആണ് ഈ പറയുന്ന ഡ്രോയിങ്സ് അഥവാ വിഡ്രോവൽ എന്നൊക്കെ പറയുന്നത്. കണ്ടോ? അപ്പോൾ ഡ്രോയിങ്സ് അഥവാ പണത്തിൻ്റെ പിൻവലിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി ടേക്കൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ് ആണ്. എക്സാമ്പിൾ, ഓണർ ടേക്സ് ക്യാഷ് ഫോർ ഹോം എക്സ്പെൻസസ്. അയാളുടെ വീട്ടിലെ കുറച്ച് തിരക്കുകൾക്കും ചിലവുകൾക്കും ഒരു കല്യാണ ആവശ്യത്തിനും പണത്തിൻ്റെ അത്യാവശ്യം വന്നപ്പോൾ ബിസിനസ്സിൽ നിന്ന് കുറച്ച് പൈസ വിഡ്രോ ചെയ്തു. നമുക്ക് ഇതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡ്രോയിങ്സ്, അത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കേണ്ട വേറൊരു ടേമിനാണ് റവന്യൂ. റവന്യൂ എന്ന് വെച്ചാൽ ആദായം, വരുമാനം എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അതാണ് ഇവിടെ റവന്യൂ. എന്താണ് ഇൻകം എന്ന് എളുപ്പത്തിൽ പറയാം. മണി ഏൺഡ് ഫ്രം ബിസിനസ് ആക്ടിവിറ്റീസ്. നമ്മൾ ബിസിനസ് ആക്ടിവിറ്റീസിൽ നിന്ന് ഏൺ ചെയ്യുന്നതിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. അത് ആവർത്തന സ്വഭാവമുള്ളതായിരിക്കും. റവന്യൂ എപ്പോഴും ആവർത്തന സ്വഭാവമുള്ളതായിരിക്കും. ഉദാഹരണത്തിന് സെയിൽസിലൂടെ നമുക്ക് കിട്ടുന്ന വരുമാനം എന്താണ്? ഇനിയും സെയിൽ നടക്കും, ഇനിയും പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ സർവീസ് ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അവർ സർവീസ് ഓഫർ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഫീസ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ചാർജ് ഈടാക്കാൻ സാധിക്കും. അത് അവരുടെ പ്രധാന വരുമാനമായിരിക്കും. അതൊക്കെ അവരുടെ റവന്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാം. അടുത്തത് എക്സ്പെൻസ് ആണ്, 8ാമത്തെ ടേമാണ്. നമ്മൾ 17 ടേംസ് ആണ് നോക്കുന്നത്. അതിൽ 8ാമത്തെ ടേംസ് ഇതാണ്. എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ് എന്നർത്ഥം. മണി സ്പെൻഡ് ടു റൺ ദ ബിസിനസ്. ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി നമ്മൾക്ക് ചിലവാക്കേണ്ടി വരുന്ന പൈസയാണ്. ഉദാഹരണത്തിന് റെന്റ് കൊടുക്കേണ്ടി വരും, സാലറി കൊടുക്കേണ്ടി വരും, ഇലക്ട്രിസിറ്റി ചാർജസ് പേ ചെയ്യേണ്ടി വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കമ്മീഷൻ കൊടുക്കേണ്ടി വരും, പ്രിന്റിംഗ് ചാർജസ് ചിലപ്പോൾ വഹിക്കേണ്ടി വരും. ഇത്തരത്തിൽ ബിസിനസ് റൺ ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് വേണ്ടി വരുന്ന ചിലവുകളാണ്. ചിലപ്പോൾ ലീഗൽ ചാർജസ് കൊടുക്കേണ്ടി വരും, ഓഡിറ്റ് ഫീസ് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി വരുന്ന ചിലവാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. 9ാമത്തെ ടേം എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്താണെന്നുള്ളതാണ് പറയുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലാഭമാണ്. നമുക്കറിയാം പ്രോഫിറ്റ് എപ്പോഴാണ് ഉണ്ടാവുന്നത്? പ്രോഫിറ്റ് ഉണ്ടാവുന്നത് ഇൻകം കൂടുതൽ ഉണ്ടോ? വെൻ ഇൻകം ഇൻക്രീസസ് ദാൻ എക്സ്പെൻസസ്. എക്സ്പെൻസിനേക്കാളും കൂടുതൽ ഇൻകം ഇൻക്രീസ് ആകുമ്പോഴാണ് നമുക്ക് ഇത് പ്രോഫിറ്റ് സംഭവിക്കുന്നത് നമുക്കറിയാം. പ്രോഫിറ്റ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇൻകം എക്സ്പെൻസിനേക്കാൾ കൂടുമ്പോൾ. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ടൊരു ഒരു എളുപ്പ വഴി, ആകെ വരുമാനത്തിൽ നിന്ന്, ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് അങ്ങ് കുറച്ചാൽ ബാലൻസ് ഉള്ളത് നമ്മുടെ സ്വന്തം ലാഭമായിരിക്കും അല്ലേ? ഇത് ഏതൊരു കുട്ടിക്കും മനസ്സിലാകാവുന്ന നിസ്സാരമായ കാര്യമാണ്. ഇനി നേരെ തിരിച്ചും സംഭവിക്കാം. ലോസ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? വെൻ എക്സ്പെൻസസ് ഇൻക്രീസ് മോർ ദാൻ ഇൻകം. എക്സ്പെൻസ്, ചെലവ് ഇൻകത്തേക്കാൾ കൂടുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും നഷ്ടം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഏതാണ് കൂടുതലുള്ളത്, അതിൽ നിന്ന് കുറവുള്ളത് കുറക്കുമ്പോൾ ബാക്കിയുള്ളത് ആണ് കിട്ടുക നമുക്കറിയാം. അപ്പോൾ എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ എക്സ്പെൻസിൽ നിന്ന് ഇൻകം കുറക്കുന്നതാണ് തീർച്ചയായിട്ടും ലോസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള വഴി. ഇനി ഗുഡ്സ്. എന്താണ് ചരക്കുകൾ അഥവാ ഗുഡ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഐറ്റംസ് ബോട്ട് ഫോർ സെല്ലിംഗ്. വിൽപ്പനയ്ക്കായി വാങ്ങിക്കുന്ന സാധനങ്ങളാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഒരു ഷോപ്പ് കീപ്പറുടെ പ്രോഡക്റ്റുകൾ എക്സാമ്പിളാണ്. ഒരു ഷോപ്പ് കീപ്പറുടെ പ്രോഡക്റ്റുകൾ എക്സാമ്പിളാണ്. അയാൾ കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന വിൽപ്പന ചരക്കുകളെയാണ് ഗുഡ്സ് എന്ന് പറയുന്ന ഐറ്റംസ്. ഇതൊരിക്കലും ഒരു ആസ്തിയായിട്ട് ബിസിനസ് പരിഗണിക്കുന്നില്ല കേട്ടോ. അതേക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഫർണിച്ചറോ മെഷീനറിയോ അല്ലെങ്കിൽ ലാൻഡോ ബിൽഡിങ്ങോ പോലെ നമ്മൾ ഗുഡ്സിനെ കണക്കാക്കരുത്. അത് വേറൊരു കാര്യമാണ്. കാരണം ഗുഡ്സ് റീസെയിൽ ചെയ്യണം എന്ന ഉദ്ദേശത്തോടെ മേടിക്കുന്നതാണ് ബിസിനസ്. മറിച്ച് വിൽറ്റ് ലാഭം ഉണ്ടാക്കണമെന്ന
ഉദ്ദേശത്തോടെ വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഗുഡ്സ് ഒരിക്കലും അസറ്റ് അല്ല. അത് അസറ്റ് പക്ഷേ ലോങ് ടേം ഉപയോഗത്തിന് വേണ്ടി വാങ്ങിക്കുന്നതാണ്. ഇതാണ് ഗുഡ്സും അസറ്റും തമ്മിലുള്ള വ്യത്യാസം. നേരത്തെ നമ്മൾ അസറ്റ് എന്താണെന്ന് ഏറ്റവും ആദ്യം പഠിച്ചായിരുന്നു. അപ്പോൾ അത് ഇതും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഐറ്റംസ് ബോട്ട് ഫോർ സെല്ലിംഗ് ആണ് ഗുഡ്സ്. പിന്നെ പേർച്ചേസസ് ആണ് അടുത്തത്. ഗുഡ്സ് ബോട്ട് ഫോർ ബിസിനസ് ആണ്. ബിസിനസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന ഗുഡ്സിന് നമ്മൾ പറയുന്ന പേര് പേർച്ചേസസ് എന്നാണ്. ഓക്കെ, എന്താണ് ബിസിനസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്ന സാധനങ്ങൾ നമ്മൾ പറയുന്ന പേര് പേർച്ചേസസ് എന്നാണ്. ഇനി സെയിൽസ് ആണ് അടുത്ത പോയിന്റ്. ഗുഡ്സ് സോൾഡ് ബൈ ദ ബിസിനസ്. ബിസിനസ് വിൽക്കുന്ന സാധനങ്ങളാണ് എല്ലാം പറയുന്ന ഒരു വാക്കാണ് സെയിൽസ് എന്ന്. ഇനി സ്റ്റോക്ക് ആണ് മറ്റൊരു വാക്ക്. സ്റ്റോക്കിന് മറ്റു പേര് കൂടി അക്കൗണ്ടൻസിയിൽ പറയുവേ, ഇൻവെന്ററി. ഗുഡ്സ് റിമൈനിങ് അൺസോൾഡ്, ഇനിയും വിറ്റ് തീരാതെ ബാലൻസ് ഇരിക്കുന്നതിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെന്ററി എന്ന മറ്റൊരു പദപ്രയോഗം കൂടി ഉണ്ട്. ഗുഡ്സ് റിമെയിൻഡ് അൺസോൾഡ്. ഇനി വേറൊരു വാക്കാണ് നമ്മൾ ഡെറ്റർ. ഡെറ്റർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ്. ബിസിനസ്സിന് ഇങ്ങോട്ട് പണം തരാനുള്ള വ്യക്തിയാണ് ഡെറ്റർ എന്ന് പറഞ്ഞാൽ. ഡെറ്റർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഓസ് മണി ടു ദ ബിസിനസ്. ബിസിനസ്സിന് പണം കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഡെറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, കസ്റ്റമർ ഹു ബോട്ട് ഓൺ ക്രെഡിറ്റ്. കടം വാങ്ങിയ കസ്റ്റമറാണ് അയാൾ. ഇനി ക്രെഡിറ്റർ, എ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി. ബിസിനസ് പണം കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. ഇനി ഇവ ഡെറ്റർ ആരാണ്, ക്രെഡിറ്റർ ആരാണ് എന്നൊക്കെ മനസ്സിലായി. ഇനി വൗച്ചർ എന്താണ് എന്ന് നോക്കണം. എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ഇടപാട് നടത്തിയാൽ അതിൻ്റെ ഒരു രേഖ, തെളിവ് അവിടെ നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാകും. സാധനങ്ങൾ വിറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് അവർക്ക് കൊടുത്തിട്ടുണ്ടാകും. അതിൻ്റെ കൗണ്ടർ ഫോയിൽ നമ്മുടെ കയ്യിൽ കാണും. അതൊരു തെളിവാണ്, അതൊരു വൗച്ചറാണ്. രേഖാപരമായ തെളിവെന്നാണ് വൗച്ചർ എന്ന വാക്കിൻ്റെ കൃത്യമായ മലയാളം. രേഖാപരമായ തെളിവ്, വൗച്ചർ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലവ് നേരിട്ടതാണെങ്കിൽ ആ ചിലവിൻ്റെ ബന്ധപ്പെട്ട ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് സൈൻ ചെയ്യിച്ച ഒരു പേപ്പർ ഉണ്ടാവും. ഓക്കെ, ഒരു ചിലവിൻ്റെ കണക്ക് എഴുതിയ ഒരു പേപ്പർ, അത് തെളിവായി അവിടെ ഫയൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വൗച്ചർ നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടാവും. ആ ഫയൽ ചെയ്ത വൗച്ചർ നോക്കിയിട്ടാണ് നമ്മൾ ബിസിനസ്സിൻ്റെ കണക്ക് എഴുതുന്നത്. അല്ലാണ്ട് വെറുതെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് അന്തരീക്ഷത്തിൽ നിന്ന് കണക്ക് എഴുതാൻ പറ്റില്ല. എന്ത് കണക്ക് എഴുതുമ്പോഴും അതിൻ്റെ തെളിവ് അവിടെ ഉണ്ടാകണം, ഫയൽ ചെയ്തിട്ടുണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ബില്ല്, റെസിപ്റ്റ് എന്നിവയൊക്കെ വൗച്ചറുകളായിട്ട് നമ്മൾ പരിഗണിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ വൗച്ചർ എന്ന പദപ്രയോഗം നോക്കണം. 18ാമത്തേത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്താണെന്നുള്ളതാണ്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് എന്നത് ഉദ്ദേശിക്കുന്നത് ഡെബിറ്റ് വോട്ട് കംസ് ഇൻ ആണ്. അതുപോലെ തന്നെ ആൻഡ് അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് സാധാരണ ഡെബിറ്റ് എന്ന പദപ്രയോഗം നമ്മൾ എഴുതുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് ആണ്. ഇത് സിമ്പിൾ ടേംസ് ആണ്. കാരണം റിയൽ അസറ്റ്സിൻ്റെ കാര്യത്തിലാണ് അകത്തേക്ക് ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നതിനെല്ലാം ഡെബിറ്റ് ചെയ്യണമെന്ന റൂള്, ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ള റൂള്. എന്താണ് റിയൽ അസറ്റ്, ഒരിക്കൽ കൂടി പറയാഞ്ഞത് ഓർമ്മിപ്പിക്കുന്നു. ക്യാഷ്, പിന്നെ വിറ്റ വില കിട്ടുന്ന എല്ലാം, വിറ്റ് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന എല്ലാം റിയൽ അസറ്റ്സ് ആണ്. റിയൽ അസറ്റ്സിന് ഈ റൂള് ബാധകമാണ്. ഏതെങ്കിലും ഒരു റിയൽ അസറ്റ് ബിസിനസ്സിലേക്ക് വാങ്ങിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മെഷീനറി ബിസിനസ്സിലേക്ക് വാങ്ങിക്കുകയാണെങ്കിൽ മെഷീനറിയെ ഡെബിറ്റ് ചെയ്യണം. മെഷീനറി വിൽക്കുകയാണെങ്കിലോ ബിസിനസ്സിൽ നിന്ന് അത് പുറത്തോട്ട് പോവുകയാണ്, ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദ ബിസിനസ്. അതുകൊണ്ട് മെഷീനറിയെ നമ്മൾ ആ സന്ദർഭത്തിൽ ക്രെഡിറ്റ് ചെയ്യണം. ആ സന്ദർഭം നോക്കിയാണ് അതിനെ ഡെബിറ്റ് ചെയ്യണമോ അതിനെ ക്രെഡിറ്റ് ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്നത്. അല്ലാതെ ഏത് അസറ്റാണോ അതിനെ അങ്ങ് ഡെബിറ്റ് ചെയ്യണം എന്നല്ല. അസറ്റിൻ്റെ അളവ് ബിസിനസ്സിൽ അളവ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം, ബിസിനസ്സിൽ അസറ്റിൻ്റെ അളവ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ആ സിറ്റുവേഷനിൽ അവിടെ എന്താ സംഭവിക്കുന്നത് എന്നതിനനുസരിച്ചാണ് അത് ഡെബിറ്റ് ചെയ്യാനാണോ ക്രെഡിറ്റ് ചെയ്യാനാണോ അർഹതയുള്ളത് എന്ന് അറിയേണ്ടത്. പിന്നെ ഇൻകം, ലയബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ആണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് പ്രധാനമാണ്. ഇൻകം, ലയബിലിറ്റി, വരുമാനം, ബാധ്യത, ഇത് രണ്ടും കൂടുമ്പോൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇൻകം കൂടുമ്പോഴും അതുപോലെ തന്നെയാണ് ലയബിലിറ്റി കൂടുമ്പോഴും നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഈ ആശയം കൂടി അറിഞ്ഞിരിക്കണം. എന്നാൽ അസറ്റിൻ്റെ കാര്യത്തിലും എക്സ്പെൻസിൻ്റെ കാര്യത്തിലും തിരിച്ചാണ്. അസറ്റും എക്സ്പെൻസും കൂടുമ്പോൾ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അസറ്റിൻ്റെ എക്സ്പെൻസിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻകവും ലയബിലിറ്റിയും. അസറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലയബിലിറ്റി, ഇൻകത്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് എക്സ്പെൻസ്. ഇത് അപ്പോൾ ഓർത്തിരിക്കുക. ഇൻകവും ലയബിലിറ്റികളും, ബാധ്യതയും വരുമാനവും കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഇത് ആണ് അക്കൗണ്ടിങ്ങിലെ ബേസിക് റൂൾസ്. 3 മേജർ അക്കൗണ്ട് ഹെഡുകൾ അനുസരിച്ചാണ് ബ്രിട്ടീഷ് അപ്രോച്ച് അഥവാ ട്രഡീഷണൽ അപ്രോച്ചിൽ 3 അക്കൗണ്ട് ഹെഡുകളുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. ഈ 3 അക്കൗണ്ട് ഹെഡുകൾക്ക് അനുസരിച്ചാണ് നമ്മൾ ഈ റൂളുകളൊക്കെ പറഞ്ഞു പോകുന്നത്. ഓർമ്മിക്കുക. പേഴ്സണൽ അക്കൗണ്ട് വ്യക്തികളെ സംബന്ധിക്കുന്ന അക്കൗണ്ടാണ്. അക്കൗണ്ട്സ് റിലേറ്റഡ് വിത്ത് പേഴ്സൺസ്. 2 വ്യക്തികളെ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കടം കൊടുത്ത വ്യക്തി, അതുപോലെ കടം വാങ്ങിച്ച വ്യക്തി, റിസീവർ, ഗിവർ. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ അനുസരിച്ച് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആണ്. എന്താണോ ഡെബിറ്റ് ദ റിസീവർ ആണ്. പൈസ കിട്ടുന്നയാളെ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കൊടുക്കുന്നയാളെ, ഗിവറിനെ ക്രെഡിറ്റ് ചെയ്യണം.
റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, റിയൽ അസറ്റ്സ് എന്ന് പറയുന്നത് ക്യാഷും പിന്നെ വിറ്റാ വില കിട്ടുന്ന എല്ലാ സാധനങ്ങളുമാണ് റിയൽ അസറ്റ്. റിയൽ അക്കൗണ്ട് ക്യാഷും അതുപോലെ തന്നെ ക്യാഷിന് വിൽക്കാൻ കഴിയുന്ന സാധനങ്ങളാണ് റിയൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് എക്സ്പെൻസ്, ഇൻകം, ഗെയിൻ, ലോസ് എന്നിവയാണ്. വരുമാനം, ചെലവ്, ലാഭം, നഷ്ടം എന്നിവയെ സംബന്ധിക്കുന്ന വരവ്, ചെലവുകൾ, ലാഭനഷ്ടങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട്. സോ ഈ 3 അക്കൗണ്ടുകളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഗോൾഡൻ റൂൾസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള ഗോൾഡൻ റൂൾ ഇതാണ്: ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. റിയൽ അക്കൗണ്ടിനെ സംബന്ധിച്ചുള്ള ഗോൾഡൻ റൂൾ ഇതാണ്: ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അകത്തേക്ക് വരുന്ന മെഷീനറി ആണെങ്കിൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. മെഷീനറി വിൽക്കുന്ന സമയത്ത് അത് പുറത്തേക്കാണ് പോകുന്നത്, ആ സന്ദർഭത്തിൽ അതിന് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി നോമിനൽ അക്കൗണ്ട് ആണെങ്കിലോ, നോമിനൽ അക്കൗണ്ട് വരവ് ചെലവുകൾ, ലാഭനഷ്ടങ്ങൾ എന്നിവയെ സംബന്ധിക്കുന്ന അക്കൗണ്ടാണ്. അതിനെ സംബന്ധിച്ചുള്ള ഗോൾഡൻ റൂൾ ഇതാണ്: ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഗെയിൻസ് ആൻഡ് ഇൻകംസ്. അപ്പോൾ ഇനി ഒരിക്കൽ കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കുന്നു. അസറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് യു ഓൺ, നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്കുള്ളതിനെയാണ് അസറ്റ് എന്ന് പറഞ്ഞാൽ. ബാധ്യത എന്ന് പറഞ്ഞാൽ വാട്ട് യു ഓ, നിങ്ങൾ എന്താണ് കടപ്പെട്ടിരിക്കുന്നത് അതാണ് ബാധ്യത. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് മണിയാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിൻ്റെ നടത്തിപ്പിന് വേണ്ടിയുള്ള ചിലവാണ്, സ്പെൻഡിങ് ആണ്. പ്രോഫിറ്റിനെ നമ്മൾ ഗെയിൻ എന്ന് പറയും, ലോസിന് നമ്മൾ ലോസ് എന്ന് പറയും. ഇനി ജേണൽ എന്താണ്? ആദ്യമായി ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ബേസിക്കായ, വെരി ബേസിക് എന്ന് നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ജേണൽ എങ്ങനെയാണ് എഴുതുക, ജേണലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ഭാഗത്തിലാണ് പറയുക. താങ്ക് യു.